ലോകത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ് ഈ പര്യടനത്തിന്റെ ലക്ഷ്യമെന്നാണ് സംഘം വ്യക്തമാക്കിയത്. സമാധാനവും സഹിഷ്ണുതയും അത് എല്ലാ രാജ്യങ്ങളിലും വേണം. ട്രേഡും ടെററിസവും ഒരുമിച്ച് പോകാൻ കഴിയില്ല. വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകാൻ കഴിയാത്തതുപോലെ തന്നെയാണ് ട്രേഡും ടെററിസവും, ഭീകരവാദവും കച്ചവടവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ള സന്ദേശമാണ് അബുദാബിയിലും ദുബായിലുമായി 2 ദിവസങ്ങളിലായി നടത്തിയ ചർച്ചകളിൽ ഇന്ത്യൻ സംഘം മുന്നോട്ട് വെച്ചത്. UAEക്ക് ഇന്ത്യൻ നിലപാട് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നും അതിനൊരു തെളിവുകളും നൽകേണ്ടി വന്നില്ല എന്നും സംഘം വ്യക്തമാക്കി. I think it is very much important now for the entire nation to know the real face of Pakistan, our neighboring nation, which is harboring the terrorists, which is sponsoring, supporting the terrorist organizations. In Pahalgam, after the terrorist attacks, the first organization who took onus of the attack was TRF. But after some time, because of the pressure of Pakistan, they withdrew that tweet. They deleted that tweet. But the pattern is same. ഇന്ത്യയും UAEയും തമ്മിലുള്ള സൗഹൃദമാണ് സംഘം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. പല ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇവിടെ വന്നതൊക്കെ, നരേന്ദ്രമോദി ഇവിടെ വന്നതൊക്കെ സംഘം എടുത്തു പറയുകയും ചെയ്തു. മാത്രമല്ല, ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, ഓരോ ശ്രമങ്ങളും സംഘം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അവസാനം മറ്റ് ഗത്യന്തരമൊന്നുമില്ലാത്തൊരവസ്ഥയിൽ പാകിസ്ഥാൻ എത്തി. കാരണം ആദ്യം UAEയും പാകിസ്ഥാനെതിരെ പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ UN അടക്കമുള്ള ഏജൻസികളും പാകിസ്ഥാനെതിരെ പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഈ പങ്ക് ലോകത്തിന് വ്യക്തമാക്കാൻ മറ്റൊരു തെളിവും വേണ്ട. പാകിസ്ഥാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ തന്നെ മതി എന്നാണ് ഓരോ സംഘാംഗവും പറഞ്ഞത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെന്റ് ഉയർന്നു വരേണ്ട കാര്യം, അതിൽ എന്ത് ചെയ്യാൻ പോകുന്നുള്ള ചോദ്യം നിങ്ങളാരും ചോദിച്ചു. UAEയും ഇന്ത്യയും അതിൽ ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട്, ഒരേ സ്വരം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില പദ്ധതികൾ ആവിഷ്കരിക്കും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞു. കാരണം എല്ലായിടത്തും ഇത്തരം പ്രവണതകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നത് അവർ കുറച്ച് ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലും ഇത് വളരെ വലിയൊരു വിപത്തായിട്ട് വന്നേക്കും. അതിനു മുമ്പ് സമാന ചിന്താധികാരായിട്ട് ഈ 2 രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോകാടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് ഉരുത്തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ്. UAE സഹിഷ്ണുതാ കാര്യമന്ത്രിയുമായി ആദ്യ ദിവസം തന്നെ സംഘം കൂടിക്കാഴ്ച നടത്തി. മാത്രമല്ല, മറ്റ് നയതന്ത്ര വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി. എല്ലാ മേഖലകളിൽ നിന്നുമുള്ളവരുമായി 2 ദിവസങ്ങളിലായി ചർച്ച നടത്തി. ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള അംഗങ്ങൾ, 8 അംഗങ്ങളും പൂർണ്ണ സംതൃപ്തിയാണ് ഈ യാത്രയിൽ അറിയിക്കുന്നത്. ഇവിടെ നിന്നും സംഘം ഇനി ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.